ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ടോപ്പിക് ഈസ് ഇൻട്രൊഡക്ഷൻ ടു മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഡൈപോളിൻ്റെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റുമുള്ള ഒരു റീജിയനാണ് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ആ റീജിയനിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ മറ്റൊരു മാഗ്നറ്റിക് ഡൈപോളോ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറോ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് എ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിൽ നമ്മൾ പറഞ്ഞു, മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡൈപോളായിട്ട് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളുമായിട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടുക. ഒരു മാഗ്നറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ അപ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാഗ്നറ്റ് എന്ന് പറയുന്നൊരു ഡൈപോളാണ്. സോ ഇറ്റ് ഈസ് എ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക് ഡൈപോൾ ഓർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്കറിയാമല്ലോ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിന് ചുറ്റും കറണ്ട് അല്ലെ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ആരുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിൻ്റെയോ ചുറ്റുമുള്ള ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിത്തിൻ വിച്ച് ഇറ്റ് ഈസ് എ റീജിയൻ വിത്തിൻ വിച്ച് other magnetic dipole or current carrying conductor experience a force of interaction. That force of interaction may be attractive or repulsive. അട്രാക്റ്റീവോ റിപ്പൾസീവോ ആയിരിക്കാം. അതെങ്ങനെ ഏതായാലും വിരോധമല്ലേ. പക്ഷേ ദാറ്റ് ദ മാഗ്നറ്റിക് ഡൈപോൾ ദാറ്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. അതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക. സോ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ നമുക്ക് അറിയേണ്ട മറ്റൊരു ടേമാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ പേരിൽ നിന്ന് നമുക്കറിയാം ഇൻറ്റൻസിറ്റി അല്ലേ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചാർജൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. ഇവിടെ നമുക്ക് നോർത്ത് പോൾ മാത്രം അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ഇതൊരു ഡെഫിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോൾ മാത്രം, ഒരു ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോൾ നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഹൂസ് പോൾ സ്ട്രെങ്ത് ഈസ് യൂണിറ്റി. അപ്പോൾ യൂണിറ്റ് പോൾ സ്ട്രെങ്ത് ഉള്ള ഒരു ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ആ നോർത്ത് പോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ഒരു പോയിന്റിൽ ആ ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതൊരു മാഗ്നറ്റിക് ഫോഴ്സാണ്. എക്സ്പീരിയൻസ്ഡ് ബൈ, ആർക്കാണിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ്ഡ് ബൈ എ ഹൈപ്പോതെറ്റിക്കൽ മാഗ്നറ്റിക് നോർത്ത് പോൾ. ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോൾ, അത് ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഡൈപോളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷന് വേണ്ടിയിട്ട് നോർത്ത് പോൾ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. സോ ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത്. യൂണിറ്റ് പോൾ സ്ട്രെങ്ത് ഉള്ള ഒരു ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോള് ആ പോയിന്റിൽ, ഏത് പോയിന്റിലാണോ നമ്മൾ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പോകുന്നത് ആ പോയിന്റിൽ ഈ ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോളിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹൈപ്പോതെറ്റിക്കൽ നോർത്ത് പോളിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. സോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റീജിയൻ ആണല്ലോ. ആ റീജിയനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ടൈമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
the magnitude and direction of magnetic field is specified by magnetic induction. Okay, magnitude and direction. So you can say this is a vector, okay, of magnetic field. So magnetic field vector ne vector തന്നെയാണ് ആര് പറയുന്നത്, magnetic induction എന്ന് പറയുന്നത് is. So magnitude and direction of magnetic field is specified by magnetic induction. ഓക്കെ, നമ്മൾ പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് സാധാരണ ബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു റീജിയൻ ആണ്, അതിൻ്റെ ക്വാണ്ടിഫൈ, അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ജനറലി നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് എടുക്കാറുള്ളത്. നമ്മുടെ പ്രോബ്ലങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഒരു കാൽക്കുലേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ക്വാണ്ടിറ്റിയാണ് ആവശ്യം. ഓക്കെ, ഇനി അതേപോലെയുള്ള മറ്റൊരു ടേമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ എന്തോ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തു. ഈ ക്ലോസ്ഡ് സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മോൾ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് സ്മോൾ റീജിയൻ വിത്തിൻ ദാറ്റ് ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, ഈ ചെറിയൊരു റീജിയൻ്റെ ഏരിയ, let it be dA, this is the area vector, and the magnetic field which is pointing in this direction, and this it is indicated by the letter B, and the angle between these two vectors are theta. Okay, so magnetic flux, it is the number of magnetic field lines passing through the given area. Magnetic flux is the number of magnetic field lines passing through the given area. Okay, സ്പെസിഫിക് ആയിട്ടൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. in a direction normal to the area. ഓക്കെ, ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ ഡയറക്ഷന് നോർമലായിട്ട് പോകുന്ന ഫീഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ പ്രകാരം ഇതൊരു സർഫസാണ്, അതിൽ ചെറിയൊരു ഏരിയ നമ്മൾ ഡി എ എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ. അവിടെയുള്ള ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ d5 ഫ്ലക്സ്, സ്മോൾ ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ. ഈ ചെറിയൊരു ഏരിയയിലൂടെ ഉള്ള ഫ്ലക്സാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് d5 ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്, the number of field lines passing through the given area in a direction normal to the area. ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ ഡി എ എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമലിൻ്റെ ഡയറക്ഷൻ വിചാരിച്ചോളൂ. ആ ഡി എയുടെ ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ വരിക ബിയുടെ, ഇവിടെ തീറ്റ ആണെങ്കിൽ ബിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ ഇത്. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഈ ഡയറക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ വരിക, ബി കോസ് തീറ്റ ആയിരിക്കും അല്ലേ. സോ യു ക്യാൻ റൈറ്റ് d5 is equal to dA into ആ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, d area into the magnetic field. ഓക്കെ, സോ d5 is equal to എന്തെഴുതാം, b dot dA. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസൈൻ കമ്പോണൻ്റ് ആണ്. സോ d5 is equal to b dot dA എന്ന് കിട്ടി. ഇതെന്താണ്, ഈ ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത ആ റെഡിൽ കാണിച്ചിട്ടുള്ള ചെറിയൊരു ഏരിയയിലുള്ള ഫ്ലക്സ് ആണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗിവൺ സർഫസ്, ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗിവൺ സർഫസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ചെറിയ സർഫസിലെ ഫ്ലക്സ് കിട്ടിയെങ്കിൽ ടോട്ടൽ സർഫസിലെ ഫ്ലക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഗിവൺ ബൈ 5 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ d5. ഇവിടെ ഇൻ്റഗ്രേഷൻ എവിടെയാണ്, ഓവർ എന്താണ്, ഏരിയയാണ്, മൊത്തം സർഫസിലേക്കാണ് നമ്മൾ മൊത്തം
ആ ഒബ്ജക്റ്റിൻ്റെ സർഫസ് അതിലൂടെ പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദാറ്റ് സർഫസ്. ഓക്കെ, സോ ഇൻ്റഗ്രേഷൻ ഇസ് ഓവർ എസ് ബി ഡോട്ട് ഡി എ എന്ന് എഴുതാം. ഓക്കെ, സപ്പോസ്, so this is a very important relation, flux is equal to surface integral B dot dA. Okay, suppose B and dA are parallel. രണ്ടും പാരലാന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഏതിലൂടെയാണ് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി തീറ്റ ഇൻ ദാറ്റ് സിറ്റുവേഷൻ? ദെൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബിയും ഡി എയും തമ്മിലുണ്ടാക്കിയ ആംഗിളാണ് അല്ലേ? ഇഫ് ബി ഈസ് പാരലൽ ടു ഡി എ ദെൻ ആംഗിൾ വിൽ ബി തീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഫൈ ഈസ് ഈക്വൽ ടു ബി ഡി എ കോസ് 0. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. സോ ബി ഡി എ എന്ന് കിട്ടും ഇൻ്റഗ്രൽ. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ബി ഡി എ. ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ എഴുതിയത്. ഡി ഫൈ ആണ് എഴുതിയെങ്കിൽ ഇൻ്റഗ്രേഷൻ വേണ്ട. ഓക്കെ, ആൻഡ് ഓൾസോ അസ്യൂം ദാറ്റ് ബി ഈസ് യൂണിഫോം. ബി ഈസ് യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എന്ന് എഴുതാം. കാരണം ബി എന്താണ്? എല്ലായിടത്തും സെയിം ആണ്. ഇൻ്റഗ്രൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ അല്ലേ? സോ ബി ഇൻറ്റു എ എന്നുള്ളത് എഴുതാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി എ എന്നുള്ള റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. പ്രൊവൈഡഡ് ബി ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ ബി ഈസ് യൂണിഫോം. Okay, and B and DA are parallel. Okay, so magnetic, actually B എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ശരിക്കും അല്ലേ? ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 5/a എന്ന് എഴുതി കൂടെ? ബി ഈസ് ഈക്വൽ ടു 5/a എന്ന് എഴുതി കൂടെ? സോ ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് or magnetic induction is also defined as the magnetic flux per unit area. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ബൈ ഏരിയ അല്ലേ വരുന്നത്? പെർ യൂണിറ്റ് ഏരിയ. മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഓർ ഗിവൺ ഏരിയ ഈസ് ദി മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ബി ഈസ് ഓൾസോ നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നെ പറയുന്ന മറ്റൊരു പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി. ഇതിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ടെസ്ല, ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ആസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ ആണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. യു ക്യാൻ കമ്പയർ ദിസ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഓക്കെ, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റിലും ഇത് അറിയപ്പെടാറുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇത്രയും ഇതാണ് നമ്മുടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം കൂടി ഈ ഒരു സെക്ഷനിൽ നമുക്ക് തന്നെ പറഞ്ഞു നിർത്താം. ദാറ്റ് ഈസ് ലോറൻസ് ഫോഴ്സ്. നമ്മളെപ്പോഴും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ലോ ആണ്. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പറൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ വൺ ഓഫ് ദ ബേസിക് ഈക്വേഷൻസിൽ വരുന്ന ഒരാളാണ് ലോറൻസ് ഫോഴ്സ് ഈക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒരു ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ പ്രസൻസ് ഇൻ എ സ്പേസ്. ഓക്കെ, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്താണെന്നാണ് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഫ് ക്യാപിറ്റൽ ക്യൂ ഈസ് ദ ചാർജ്, then the total force acting on that charge is sum of electric force and magnetic force. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഫോഴ്സിൻ്റെയും സം ആയിരിക്കും. സോ F is equal to, it is the vector sum of electric and magnetic force, Fe plus Fp. F is force due to electric field and B is the force due to magnetic field. Okay, electric field കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് Fe is independent of motion.
എഫ് ബി എന്ന് പറയുന്ന എഫ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് എഫ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഓക്കെ, എഫ് ബി depend on magnitude and direction of velocity. Okay, and FB is perpendicular to the plane containing velocity vector. Okay, so Fe is given by force on the charge Q due to electric field, which is given by QE. F is equal to QE എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് സെഷനിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നൗ എഫ് ബി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് Q into, and it depends upon both velocity and magnetic induction. Okay, Q into V cross B. So then what is the total force acting on that charge? Is equal to Fe plus Fb, and that is equal to QE plus Q into V cross B. That is F is equal to Q common ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്താൽ E plus V cross B എന്ന് എഴുതാം. Okay, so this is the famous Lorentz force equation. ഓക്കെ, ഇതൊരു ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിലേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പറയുന്നത്. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.